ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിവിടെ ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്ന എനർജിയും കാണുന്നുണ്ട്. അനുഭവസമ്പന്നരായ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ കൺസൾട്ടന്റ്മാരിൽ നിന്നോ നിങ്ങൾ മുതിർന്ന വ്യക്തികളിൽ നിന്നോ അങ്ങനെ നിങ്ങളൊരു ഉപദേശം തേടുന്നു, അങ്ങനെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്ത കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ ആ ഒരു പാസ്റ്റൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെ, അത് മെഡിറ്റേഷൻസിലൂടെ ആകാം, അല്ലെങ്കിൽ ടാരോട്ടിലൂടെ, നിങ്ങളുടെ ഡ്രീംസിലൂടെ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ മെസ്സേജിനെ നിങ്ങൾ സ്വീകരിക്കുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പുതിയൊരു റിയലൈസേഷൻ ആണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പുതിയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ വളരെ സമാധാനത്തിൽ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ്, ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയും കഴിവും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഒരു സമയം ഒരു ഗുരുവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു സമയം നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പുതിയൊരു പ്രണയം, അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങളിൽ ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സിനേറ്റ വിഷമങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു മുറിവുകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. മനസ്സ് കൂടുതൽ ശാന്തമാകുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിലെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശരിയായ ഇൻറ്റ്യൂഷൻ തിരിച്ചറിയാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക, നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഏസ് ഓഫ് കപ്പ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി അത് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് സോളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടല്ല നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത്. നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നാണ്. തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇതൊരു കർമ്മഫലമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലം, നിങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിന്റെ ഫലം, ഇതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല സമയം തുടങ്ങിയെന്ന് പറയാം. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ, അവർ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാം, നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചില ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അവരൊന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം അവർക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടേണ്ട ഒരു സമയമായി എന്ന് തന്നെയാണ്. അപ്പോൾ കുറേ കാലം കൊണ്ട് കുറേ സ്ട്രഗിൾസിലൊക്കെ പെട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുപാടിന് വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആ ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളും മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നുണ്ട്. എവിടെ പോയാലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. ഒരു ഫ്രീഡം കിട്ടുന്ന സമയം കൂടിയാണ്. എന്തായാലും ജസ്റ്റിസ് കിട്ടുന്ന ഒരു സമയമാണ്. ഇതിൽ കുടുംബസ്വത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ വരുന്നു, അതിൻ്റെ ആ ഒരു വിധി വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്നുണ്ട്. ഒരേ സമയം തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നു. റെസ്റ്റ് ഇല്ലാതെ നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഭയമില്ലാതെ റിസ്കുകൾ ഏറ്റെടുക്കാനും ആത്മവിശ്വാസത്തോടു കൂടി പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ഒക്കെ പെട്ടെന്ന് പുതിയ അവസരങ്ങൾ വന്നെത്തും. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അത്തരത്തിൽ യാത്രകൾ ചെയ്യേണ്ടുന്ന ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. പിന്നെ അമിതമായ തിടുക്കം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആവേശം നല്ലതാണെങ്കിലും കാര്യങ്ങൾ തുടങ്ങി നമ്മൾ പകുതി വെച്ച് ഉപേക്ഷിക്കാതെ പൂർത്തിയാക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയം ഏതൊരു കാര്യവും നിങ്ങൾക്ക് വളരെ ആവേശത്തോടെയും ഉന്മേഷത്തോടെയും ഒക്കെ ചെയ്തു തീർക്കാനുള്ളൊരു എനർജി ലഭിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ലഭിക്കുന്നു തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷകമായ പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് യാത്രകൾ പോകാനുള്ള അവസരങ്ങളും ഒക്കെ അത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാൻസും അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പദ്ധതികളൊക്കെ അവിശ്വസനീയമായ വേഗതയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ്. നീണ്ടുപോയിരുന്ന കാര്യങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് തീരുമാനമെടുക്കുകയും അത് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ അതിന് ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പുതിയ വരുമാനമാർഗം തുറന്നു വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പുതിയ തുടക്കം ഇടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വവും സ്ഥിരതയും തരുന്ന ഒന്നിലേക്ക് അവിടെ നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ കൈകളിൽ പുതിയൊരു വിത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സമൃദ്ധിയും വിജയവും ഒക്കെ നേടിത്തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലർ ഇതിൽ പുതിയ വാഹനം വാങ്ങുന്നതാകാം, പുതിയ തുടക്കമാണ്. അപ്പോൾ ചിലർ പുതിയ വസ്തു വാങ്ങുന്നതാകാം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങൾ കുറിക്കുന്നുണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് സമ്പാദിച്ചു തുടങ്ങാനൊക്കെയുള്ളൊരു അനുയോജ്യമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് അതിനായി എന്തെങ്കിലും തരത്തിലുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നതാവാം. ഇതുപോലെ ജോലിയൊക്കെ നോക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു ഓഫർ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ പുതിയ തുടക്കമാണ്. നിങ്ങൾ നല്ലൊരു വാഹനം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതാവാം, വീട് വാങ്ങുന്നതാകാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ എനർജി ഒരു യങ് ആയിട്ടുള്ള എനർജിയാണ്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വാൺസും നൈറ്റ് ഓഫ് സോഡ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ വളരെ ചുറുചുറുക്കോടെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മടിയൊക്കെ മാറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തു കാര്യത്തിനും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് സന്തോഷം തരുന്ന രീതിയിലേക്ക് ചേഞ്ച് ആകുന്നൊരു സമയം കൂടിയാണിത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വന്നു പെട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത് എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരാളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ, പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെടുന്ന ഒരാളുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കി അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്കൊരു കവിതയോ കഥയോ അങ്ങനെയൊക്കെ എഴുതാൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ വേൾഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും എന്ത് തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. ഈ ഒരു സമയം നിങ്ങളൊരു പൂർണ്ണതയിലെത്തി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതൊരു യാത്രയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിങ്ങളുടേതെങ്കിൽ ആ ഒരു സാഹചര്യം അവസാനമായിരിക്കുന്നു അതിന്. അങ്ങനെയാണ് കാണുന്നത്. ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കി നിങ്ങൾ അടുത്തൊരു സൈക്കിളിലേക്ക് കടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൽ യാത്രകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ടും യാത്രകൾ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഈ സമയം നിങ്ങളൊരു യാത്ര പോകുന്ന എനർജിയിലാണ്, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാകാം. ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയി തീരാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടത്തിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു വീട് വയ്ക്കാനും, അല്ലെങ്കിൽ ഒരു പ്രണയം സാക്ഷാത്കരിക്കാനും, ഒരു ജോലി കിട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നുള്ളതാണ്. അതിലുപരി ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു ട്രാപ്പിൽ നിന്നും പുറത്തു വരുന്ന ഒരു സമയമാണ്. ഈ ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ട്രാപ്പ് ആയിരിക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറേ നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു ട്രാപ്പിലിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു സമയമാണ്. അതിന് നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ശക്തികൾ, അത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള മൺമറഞ്ഞു പോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ തലോടൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തേടിയെത്തും എന്നുള്ളതാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് ചുറ്റും സഹായത്തിന് ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ സഹായത്തോടെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ, അനങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, മുന്നോട്ടുള്ള വഴി അറിയാതെ നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഏതെങ്കിലും ശക്തികളുടെ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണെങ്കിൽ, അങ്ങനെ എന്താണെങ്കിൽ പോലും അതിൽ നിന്നും മോചനം കിട്ടാനുള്ള സമയമായി എന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് നിങ്ങളെ ആരൊക്കെയോ അവിടെ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ സഹായം നിങ്ങൾ സ്വീകരിക്കുക. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ആൾക്കാരായിരിക്കാം അവർ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പിതൃക്കളുടെ ഒരു ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ശക്തമായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാർ അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ കുറേ കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു മടിയും അലസതയും ഒക്കെ മാറി നിങ്ങളുടെ ജോലികൾ അത് നിങ്ങൾക്ക് കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാനും അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനും ഒക്കെ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയിലിരിക്കുന്നു. അതായത് എനിക്ക് വേണ്ടതൊന്നും എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊരു സഹായമുണ്ട്, നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു സഹായമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന ആ ഒരു കാര്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങളുടെ അടുക്കലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം അത് താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു കാര്യം ഫുൾഫിൽമെന്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇല്ലാത്തതിനെ മാത്രം എങ്ങനെ നോക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു കാര്യത്തെ നോക്കി സന്തോഷിക്കണം എന്നുള്ളതാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഇരിക്കണം എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പണം, അല്ലെങ്കിൽ അമിതമായ ചിലവുകൾ മൂലം നിങ്ങൾ കരുതി വെച്ചിരുന്ന പണം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഇരട്ടി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സും അതുപോലെ 5 ഓഫ് പെന്റക്കിൾസുമാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ആശ്വാസവും സഹായവും ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും പിന്തുണയും വാഗ്ദാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു വരുന്നു തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരാളുടെ സാമീപ്യമോ ആ ഒരു ഉപദേശമോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. അപ്പോൾ ഇവിടെ കഠിനമായ ഒരു പ്രയാസത്തിനിടയിലും നിങ്ങളെ തേടി പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ വെളിച്ചം വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ആശയങ്ങൾ അത് വൻ വിജയമാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല സാമ്പത്തിക ലാഭമുള്ള വലിയൊരു പദ്ധതിയായി മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന കാര്യങ്ങൾ അത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അതിൽ അംഗീകാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രമോഷനൊക്കെ നിങ്ങളെ തേടി വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങളുടെ തൊഴിൽ രംഗത്തും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കുടുംബവുമായി ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾക്ക് വലിയ വിജയം ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്. കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവർ പിന്തുണയ്ക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്ത് നിങ്ങളെ തേടിയെത്താനും അതിനൊക്കെയുള്ളൊരു സാധ്യത തന്നെയാണ്. കാരണം ഇവിടെ ജസ്റ്റിസും അതുപോലെ ജഡ്ജ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെ ഈ ഒരു സമയം തേടിയെത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലോ നിങ്ങൾ ശക്തമായ വ്യക്തതയുള്ളൊരു ലീഡറായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ കെട്ടിപ്പടുത്തുന്ന ആ ഒരു സാമ്രാജ്യം അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ സമ്പത്തും സന്തോഷവും ഒക്കെ നൽകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
നിങ്ങൾ കുറേ കാലം കൊണ്ട് വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങൾ അത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ മാറ്റുന്നതായിരിക്കാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്കും നിങ്ങൾക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ യാത്ര പോകുന്നതാകാം, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം, അത് ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് ഈ ഒരു സമയം നിങ്ങളെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ഏതെങ്കിലും വ്യക്തികളെ കാണാനുള്ള ഒരു ത്രില്ലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകാനുള്ള ത്രില്ലിലായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മടിയൊക്കെ ഉണ്ടായി ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ടുമാറുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് വളരെ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയിലാണ് ഈ ഒരു സമയം നിങ്ങൾ. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ്. നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒന്ന് അത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴാണ് പലപ്പോഴും ഒരു ഘടകമെന്ന് പറയാം. അപ്പോൾ ആ ഒരു പണത്തിന്റെ എനർജി എന്ന് പറയുന്നത് അത്രയും ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും, അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്തു കൊടുക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. സ്വയം ഒരു അഭിമാനമൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫാമിലിയുമായി ചേർന്ന് ചില സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാത്ര പോകുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാവി ഭദ്രമാക്കാൻ നിങ്ങൾ ചില തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങളൊരു പുതിയ വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതാകാം. അപ്പോൾ അതിനെല്ലാം അനുയോജ്യമായ ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത ആ ഒരു സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന്, മറ്റംഗങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു പൈസ ചിലവഴിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ 10 ഓഫ് വാൻസിന്റെ ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഹയറഫന്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പരമ്പരാഗത ഉത്തരവാദിത്തങ്ങളുടെ ആ ഒരു ഭാരം, ഇത് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേൽ ചുമത്തിയ ആചാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ നിങ്ങളിവിടെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങളും ആ ഒരു പരമ്പരാഗത രീതികളും അത് കൃത്യമായിട്ട് പാലിക്കണം എന്ന ചിന്ത നിങ്ങൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലോ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലായാലും ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് തനിയെ ചുമക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുന്നതിന് പകരം ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മെന്ററിൽ നിന്നോ അല്ലെങ്കിൽ അനുഭവസ്ഥരിൽ നിന്നോ ഗൈഡൻസ് തേടേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഹയറഫന്റ് പറയുന്നത്. ഇതിൽ പഴയ രീതികളും കർശനമായ നിയമങ്ങളും മാത്രം പിന്തുടരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അമിതഭാരം തോന്നുന്നത് എന്നാണ്. ചില ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ വീതിച്ചു നൽകാനോ ആവശ്യമെങ്കിൽ നോ പറയാനോ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ്
ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഈ ഒരു സമയം എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്ത കാരണം കടുത്ത ക്ഷീണവും ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളുമൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു മെസ്സേജ്, നിങ്ങൾ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ ഇനി അധിക ദൂരമില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു സഹായം തേടാനും അനാവശ്യ ഭാരങ്ങൾ നിങ്ങൾ വഴിയരികിൽ ഉപേക്ഷിക്കാനും തയ്യാറാവണം എന്നുള്ളതാണ്. നിങ്ങൾ തനിയെ ചുമന്നുകൊണ്ടിരുന്ന ആ ഒരു കഠിനമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നോ പെട്ടെന്നൊരു മോചനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ ജോലി ചിലപ്പോൾ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കുന്നതാവാം. അപ്പോൾ എന്തു തന്നെയായാലും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.